നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിടരുത് എന്ന് ഇന്ത്യയോട് പരോക്ഷമായി സൂചിപ്പിച്ച് രംഗത്ത് വന്ന ചൈന. ഇന്ത്യയും ഫിലിപ്പൈൻസും തമ്മിൽ നടന്ന ആയുധ ഇടപാടിലാണ് ഭയാശങ്കയുമായി ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ ഫിലിപ്പൈൻസിലേക്ക് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ വിതരണം ചെയ്തതിൽ പ്രതികരിച്ചാണ് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സുരക്ഷാ സഹകരണം ഒരു മൂന്നാം കക്ഷിയുടെയും താൽപര്യത്തിന് ഹാനികരമാകരുതെന്നും പ്രാദേശിക സ്ഥിരതയ്ക്ക് ഹാനികരമാകരുതെന്നും തുറന്നു പറഞ്ഞാണ് ചൈന രംഗത്ത് വന്നത്. ഇൻഡോ റഷ്യൻ സംയുക്ത സംരംഭമാണ് ബ്രഹ്മോസ്. 290 കിലോമീറ്റർ ദൂരപരിധിയുള്ള മാക് 2.8 അഥവാ ശബ്ദത്തിന്റെ 3 ഇരട്ടി വേഗതയുള്ള ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈലാണിത്. ഒരു മൾട്ടി പ്ലാറ്റ്ഫോം മിസൈലാണ് ബ്രഹ്മോസ്. അതായത് ഇത് കര, വായു, കടൽ എന്നിവയിൽ നിന്ന് വിക്ഷേപിക്കാൻ കഴിയും. കൂടാതെ കാലാവസ്ഥാ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ പകലും രാത്രിയും പ്രവർത്തിക്കുന്ന അതീവ കൃത്യതയുള്ള ഈ മിസൈലിന് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതൊരു ഇന്റർസെപ്റ്റ് സംവിധാനത്തെയും കബളിപ്പിക്കാനാവും. ഫയർ ആൻഡ് ഫോർഗെറ്റ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ബ്രഹ്മോസ് ഒരു തവണ ഒന്ന് തൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലക്ഷ്യസ്ഥാനം മാറിക്കൊണ്ടിരുന്നാലും സ്വയം നിയന്ത്രിച്ച് അതിനെ ഇല്ലായ്മ ചെയ്യും. 5 അടി ഉയരത്തിലും 15,000 അടി ഉയരത്തിലും പറക്കുന്ന ബ്രഹ്മോസിനെ കണ്ടുപിടിക്കുക എന്നത് ലോകത്തിലെ ഏത് സംവിധാനത്തിനും ദുഷ്കരമാണ്. തെക്കൻ ചൈന കടലിൽ നിലനിൽക്കുന്ന അനേകം ദ്വീപ് രാജ്യങ്ങളിൽ ഒന്നാണ് ഫിലിപ്പൈൻസ്. ഏതൊരു രാജ്യത്തിനും സ്വന്തമായി സമുദ്രാതിർത്തി ഉണ്ടാകുന്നത് പോലെ ഫിലിപ്പൈൻസിനും ഉണ്ട്. എന്നാൽ കാലക്കേടിന് അവർ സമുദ്രാതിർത്തി പങ്കിടുന്നത് ചൈനയുമായിട്ടായിപ്പോയി. സ്വാഭാവികമായും ചൈനയുടെ ഒരു സ്ഥിരം പ്രകൃതം വെച്ച് ഫിലിപ്പൈൻസുമായി രൂക്ഷമായ അതിർത്തി തർക്കങ്ങൾ അവർക്കുണ്ട്. എന്നാൽ ഫിലിപ്പൈൻസുമായി മാത്രമല്ല, പ്രദേശത്തെ എല്ലാ രാജ്യങ്ങളുമായി അവർക്ക് പ്രശ്നങ്ങളാണ്. സൗത്ത് ചൈന കടൽ മുഴുവൻ തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ച് ചൈന പ്രദേശത്തുള്ള മറ്റൊരു രാജ്യത്തിന്റെയും സമുദ്രാതിർത്തി അംഗീകരിക്കുന്നില്ല. ഇതിനെ തുടർന്ന് ചൈനയും അവരുടെ അയൽ രാജ്യങ്ങളും തമ്മിൽ സംഘർഷം പതിവാണ്. ഈ അടുത്താണ് ഫിലിപ്പൈൻസിനുള്ള ഒരു മത്സ്യബന്ധന കപ്പലിനെ ചൈനയുടെ നാവികസേന ജലപീരങ്കി ഉപയോഗിച്ച് ആക്രമിക്കുന്നതിന്റെ രംഗങ്ങൾ പുറത്തു വന്നത്. ഇത്തരത്തിൽ ചൈനയുടെ ദുർനടപടികൾ കാരണം പൊറുതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാം എന്ന തീരുമാനം ഫിലിപ്പൈൻസ് എടുത്തത്. എന്നാൽ ഇന്ത്യ ഫിലിപ്പൈൻസിന് ബ്രഹ്മോസ് മിസൈൽ നൽകിയതോടെ ചൈനയുടെ മേഖലയിലെ അപ്രമാദിത്വത്തിന് വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് ഉയർന്നിരിക്കുന്നത്. സൂപ്പർസോണിക് മിസൈലുകളുടെ വിഭാഗത്തിൽ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടേറിയ മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ്. ഇത് ഫിലിപ്പൈൻസിന് ലഭിച്ചതോടെ ഇനി പഴയ പോലെ ഫിലിപ്പൈൻസിന്റെ മെക്കിട്ട് കയറാൻ ചൈനയ്ക്ക് കഴിയാതെ വരും. ഇതിനെ തുടർന്നാണ് പ്രതികരണവുമായി ചൈനീസ് സൈന്യം രംഗത്തെത്തിയത്. ആയുധ സംവിധാനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഫിലിപ്പൈൻസുമായി $375 മില്യൺ കരാർ ഒപ്പുവെച്ചതിന് ശേഷം 2 വർഷത്തിനിടെയാണ് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകളുടെ ആദ്യ ബാച്ച് വിതരണം ചെയ്തത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആയുധ കരാറുകൾക്ക് ഒരു മൂന്നാം രാജ്യത്തെ അപകടകരമായി ബാധിക്കരുത് എന്ന് ചൈന പറയുന്നുണ്ടെങ്കിലും അവർ പാകിസ്ഥാനുമായി എന്താണ് ചെയ്തതെന്ന ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാന് എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന ചൈനയ്ക്ക് ഇന്ത്യ ഫിലിപ്പൈൻസ് ബ്രഹ്മോസ് കരാറിനെ കുറിച്ച് പറയാൻ ഒരു ധാർമ്മികമായ അവകാശവും ഇല്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.